ബിഗ് ബോസ് സീസൺ 7ന്റെ അപ്ഡേറ്റുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7ൽ തുടക്കം തന്നെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അത് എന്തിനാണെന്ന് പോലും ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3 പേർക്ക് കിട്ടിയ ഒരു മുട്ടൻ പണിയാണ്. വിജയിച്ചവർക്ക് കിട്ടിയത് പണിയാണ്. കാരണം അവരുടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും അവർക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് ആ ഒരു ബാഡ്ജ് കൈമ കെട്ടി കൊടുത്തിരുന്നത്. അതിനുശേഷം ഇവരുടെ എല്ലാവരും ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ആ ബാഡ്ജ് തട്ടിപ്പറിക്കാൻ വേണ്ടി എല്ലാ കണ്ടസ്റ്റൻസും ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുമോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാകുമോ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു. ഇനിയൊരു അനൗൺസ്മെന്റ് വരുന്നവർക്ക് നിങ്ങൾ ആരും ഇത് തട്ടിപ്പറിക്കരുത് എന്ന് പറഞ്ഞ്. എന്തായാലും ബിഗ് ബോസിന്റെ ഒരു പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് തന്നെയാണ് ഈ ഒരു സീസണിൽ കാണുന്നത്. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ മൈൻഡിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ആ ബാഡ്ജ് നഷ്ടപ്പെടുത്തിയവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം വീണ്ടും തിരിച്ചു വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടെത്തിച്ചത്. ഇത്തവണ ശരിക്കും 7ന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. ശരിക്കും ബിഗ് ബോസ് തന്നെയാണ് ഇവിടെ ഹീറോ ആയി നിൽക്കുന്നത്. കണ്ടസ്റ്റൻസ് എല്ലാം ശരിക്കും പറഞ്ഞ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. ഇപ്പൊ കണ്ടില്ലേ, ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മുടെ അനീഷിനെ തെരഞ്ഞെടുത്തത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആരും. പ്രേക്ഷകരായി നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല. അതാണ് ബിഗ് ബോസിന്റെ ഇത്തവണത്തെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെയാണ് കളികൾ പോകുന്നതെങ്കിൽ ഈ ഒരു സീസൺ വേറെ ലെവലാകുമെന്ന് പറയാതെ വയ്യ. കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം.